ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇത്ര വെറുപ്പോ അച്ഛന് കരുണയുടെ ഞായറിനോട്? ഭാരതസഭയിൽ, ആഗോള കത്തോലിക്ക സഭയിൽ, വിശേഷിച്ച് ഭാരതസഭയിൽ ഉയർപ്പ് ഞായർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച പൊതുഞായറാഴ്ചയായിട്ട് ആഘോഷിക്കണമെന്നും അത് കരുണയുടെ ഞായറായി ആഘോഷിക്കരുതെന്നും ഞാൻ 4 വീഡിയോസിലൂടെ പറഞ്ഞു. കഴിഞ്ഞ വർഷം വേറൊരു വീഡിയോ പറഞ്ഞിരുന്നു. ഇത്തവണ അതിൻ്റെ ദൈവശാസ്ത്രപരമായ കാരണങ്ങൾ, തിരുവചനത്തിൽ അടിസ്ഥാനമിട്ട കാരണങ്ങളൊക്കെ ഞാൻ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ നിരവധി കോണുകളിൽ നിന്ന് എൻ്റെ നേരെ ചോദ്യങ്ങൾ വന്നു. അച്ഛൻ വിഭാഗീയത പ്രോത്സാഹിപ്പിക്കുകയാണോ? എന്തിനാണ് അച്ഛന് ഇത്രമാത്രം വിദ്വേഷം? എന്തിനാണ് കരുണയുടെ ഞായറിനോട് അച്ഛൻ ഇത്രമാത്രം വെറുപ്പ് കാണിക്കുന്നത്? ഞങ്ങൾക്ക് കരുണയെക്കുറിച്ച് ധ്യാനിക്കാൻ അവകാശമില്ലേ? കരുണയല്ലേ നമുക്ക് ദൈവത്തിൽ നിന്ന് വേണ്ടത്? മാത്രമല്ല, പ്രസിദ്ധരായ ധ്യാന ഗുരുക്കന്മാർ, ധ്യാന കേന്ദ്രങ്ങൾ, ഇവരെല്ലാം ദുഃഖവെള്ളിയാഴ്ച തുടങ്ങി ഈ കരുണയുടെ ഞായറിന് വേണ്ടിയുള്ള നൊവേനകൾ ആരംഭിച്ചു. അവർക്കൊന്നും വിവരമില്ലെന്നാണോ അച്ഛൻ പറയുന്നത്? മെത്രാന്മാർ എത്രയോ പേര് ഈ കരുണയുടെ ഞായർ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ ഈ മെത്രാന്മാർക്കൊന്നും സഭയോട് താല്പര്യമില്ലെന്നാണോ, വിവരമില്ലെന്നാണോ അച്ഛൻ പറയുന്നത്? അച്ഛൻ്റെ അഹങ്കാരം നല്ലതല്ല. അച്ഛൻ്റെ അറിവ് അച്ഛനെ അന്ധനാക്കുന്നു, കുരുടനാക്കുന്നു. അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. ഞാനത് കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചതാണ്. വളരെ ചുരുക്കം വരെ കമൻറ്റുകൾ കിട്ടുള്ളൂ. പലരും നേരിട്ട് പറഞ്ഞു, പലരും മറ്റ് ചില ആളുകളിലൂടെ പറഞ്ഞു. ഞാനത് ആദ്യം വിചാരിച്ചു ഇതിനൊന്നും മറുപടി കൊടുക്കേണ്ടതില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഒത്തിരിയേറെ പേര് നല്ല അർത്ഥത്തിലും, അതായത് എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല, ചില വിശദീകരണങ്ങൾ കിട്ടാൻ ഉള്ള നല്ല ഉദ്ദേശത്തോടും ചോദിച്ചിരുന്നു. അപ്പം അതുകൊണ്ട് ഒരു ഉത്തരം കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ ഉത്തരം ആദ്യം നമുക്ക് കത്തോലിക്ക സഭയുടെ മതബോധനം എന്ന് പറയുന്ന സഭയുടെ ഔദ്യോഗിക പ്രബോധനമാണ്. POസിൽ നിന്ന് തർജ്ജമ ചെയ്ത് ഇറക്കിയിരിക്കുന്നതാണ്. അതിൽ 67ാമത്തെ ഖണ്ഡം നിങ്ങളുടെ കയ്യിൽ, പലരുടെ കയ്യിലുണ്ട് ഈ കത്തോലിക്ക സഭയുടെ മതബോധനം ഗ്രന്ഥം. അതിന് ഇംഗ്ലീഷോ മലയാളമോ ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് CCC 67 അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിട്ടും, ഇംഗ്ലീഷിൽ കിട്ടും. 67ാമത്തെ ഖണ്ഡം. വിവിധ കാലഘട്ടങ്ങളിൽ സ്വകാര്യ വെളിപാടുകൾ എന്ന് വിളിക്കപ്പെട്ടവ ഉണ്ടായിട്ടുണ്ട്. അവയിൽ ചിലതിന് സഭയുടെ അധികാരികളിൽ നിന്ന് അംഗീകാരം ലഭിച്ചിട്ടുമുണ്ട്. എന്നിരുന്നാലും അവ സഭയുടെ വിശ്വാസ നിക്ഷേപത്തിൻ്റെ ഭാഗമല്ല. 100 വട്ടത് വായിക്കണം കേട്ടോ. There have been many private revelations and some have got the recognition by the church, from the church, but that does not mean they form the deposit of faith. വിവിധ കാലഘട്ടങ്ങളിൽ സ്വകാര്യ വെളിപാടുകൾ എന്ന് വിളിക്കപ്പെടുന്നവ ഉണ്ടായിട്ടുണ്ട്. ലൂർദിലെയും ഫാത്തിമയിലെയും അടക്കയ്യ പറയണേ, മജുഗോറിയെ, വേളാങ്കണ്ണി എന്ന് വേണ്ട സകല, പിന്നെ ഗുഡലൊപ്പെ, സകല സ്വകാര്യ വെളിപാടുകളും അവയിൽ ചിലതിന് സഭയുടെ അധികാരികൾ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അവ സഭയുടെ വിശ്വാസ നിക്ഷേപത്തിന്റെ ഭാഗമല്ല. They do not form the deposit of faith of the Catholic Church. പ്രസ്തുത വെളിപാടുകളുടെ ലക്ഷ്യം ക്രിസ്തുവിലൂടെ അന്തിമമായി നൽകപ്പെട്ട വെളിപാടിനെ മെച്ചപ്പെടുത്തുകയോ പൂർത്തീകരിക്കുകയോ അല്ല. പ്രത്യുത ചരിത്രത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ക്രിസ്തുവിന്റെ വെളിപാടിന് അനുസൃതമായി കൂടുതൽ പൂർണ്ണമായി ജീവിക്കാൻ സഹായിക്കുക എന്നതാണ്. അത്തരം സ്വകാര്യ വെളിപാടുകളിൽ ഏതെല്ലാമാണ് ക്രിസ്തുവിൻ്റെയോ അവിടുത്തെ വിശുദ്ധന്മാരുടെയോ സഭയിലേക്കുള്ള യഥാർത്ഥ ആഹ്വാനം ഉൾക്കൊള്ളുന്നതെന്ന് വിവേചിച്ചറിഞ്ഞ് അതിനെ സ്വീകരിക്കാൻ സഭയുടെ പ്രബോധന അധികാരത്താൽ നയിക്കപ്പെടുന്ന വിശ്വാസികളുടെ അവബോധത്തിന് കഴിയും. സെൻസുസ് ഫിദേലിയും എന്നാണ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. വിശ്വാസികളുടെ അവബോധത്തിന് ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ട ദൈവാവിഷ്കരണത്തെ മറികടക്കുന്നതോ തിരുത്തുന്നതോ ആയ അതെന്ന് നടിക്കുന്ന വെളിപാടുകളെ അംഗീകരിക്കാൻ ക്രൈസ്തവ വിശ്വാസത്തിന് കഴിയുകയില്ല. ഇതിൽ കൂടുതൽ ഞാൻ പറയേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ദൈവവചനമായ ബൈബിള്, തിരുവചനം, ദൈവത്തിൻ്റെ വെളിപാടാണ്, ഔദ്യോഗിക വെളിപാട്. അതിൽ ആ ഈശോയെ ദൈവവും കർത്താവുമായി അംഗീകരിച്ച് ഏറ്റുപറഞ്ഞ ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനം.
അത് ബൈബിളിൽ, പുതിയ നിയമത്തിൽ, തിരുവചനത്തിൽ, ബൈബിളിൽ, ദൈവവചനത്തിലുണ്ട്. ആ യേശുവിൻ്റെ അപ്പസ്തോലൻ, 12 പേരെ തെരഞ്ഞെടുത്തുള്ള ഒരാൾ തോമസ് ലീഹ. ആ അപ്പസ്തോലൻ ഇന്ത്യയിൽ വന്നു. അതിന് ഭൗതിക തെളിവുകളുണ്ട്, ഭൗതിക തെളിവുകൾ. ആർക്കെങ്കിലും വെല്ലുവിളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തോമായുടെ സിംഹാസനം എന്ന പുസ്തകം വായിക്കുക. ആ അപ്പസ്തോലൻ ഇന്ത്യയിൽ വന്നു. ആ അപ്പസ്തോലൻ 8 ദിവസങ്ങൾക്ക് ശേഷം, ഉയർപ്പ് കഴിഞ്ഞ് 8 ദിവസങ്ങൾക്ക് ശേഷം ഈശോ പ്രത്യക്ഷപ്പെട്ടു. അവനെ കർത്താവും ദൈവമായിട്ട് അവൻ അംഗീകരിച്ച് ഏറ്റുപറഞ്ഞു തോമസ് ലീഹ. ആ 8 ദിവസങ്ങൾ എന്ന് പറയുന്നത് 8000 വർഷം, 7000 വർഷത്തിന്റെ പ്രപഞ്ച ചരിത്രം കഴിഞ്ഞ് 8000 വർഷത്തിൽ കടക്കുന്നതിന്റെ പ്രതീകാത്മകതയൊക്കെ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞതാണ്. പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകുന്ന ആ പ്രതീകം കൊണ്ടുവന്നിരിക്കുകയാണ് 8 ദിവസത്തിലേക്ക്. ഈശോയെ കർത്താവും ദൈവത്തിൽ പ്രപഞ്ചം മുഴുവൻ ഏറ്റുപറയുന്നതിന്റെ പ്രതീകമായിട്ടാണ്, പ്രതിനിധിയായിട്ടാണ് തോമസ് ലീഹ അത് പറഞ്ഞതെന്നും തോമസ് ലീഹയുടെ വിശ്വാസ സത്യത്തിന്റെ അത്ര ആഴമുള്ള ഒരു വിശ്വാസ സത്യവും ബൈബിളിലേ ഇല്ലെന്നും ഞാൻ തെളിവുകൾ സഹിതം ചൂണ്ടിക്കാണിച്ചതാണ്. ഇങ്ങനെ ബൈബിളിൽ, തിരുവചനത്തിൽ, ദൈവിക വെളിപാടിൽ, സഭയുടെ ഔദ്യോഗിക പ്രബോധനത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ഒരു സത്യത്തെ, ഔദ്യോഗിക സത്യത്തെ മറികടക്കാൻ സിസ്റ്റർ ഫൗസ്തീനയ്ക്ക് ലഭിച്ച ഒരു സ്വകാര്യ ദർശനത്തിനോ വെളിപാടിനോ കഴിയുമോ? അത് എത്ര വലിയ വിശുദ്ധയാണെങ്കിലും ഏത് മാർപ്പാപ്പ അംഗീകരിച്ചാലും. കത്തോലിക്ക സഭയുടെ മതബോധനം 67 വീണ്ടും വായിച്ചു നോക്കൂ. സ്വകാര്യ വെളിപാടുകളും ദർശനങ്ങളും അനേകം പേർക്കുണ്ടായിട്ടുണ്ട്, സഭയിൽ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും സഭയുടെ പൊതുവിശ്വാസ നിക്ഷേപത്തിന്റെ ഭാഗമല്ല. ഈ സിസ്റ്റർ ഫൗസ്തീനയുടെ ദർശനമാണെങ്കിലും അത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അത് അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും, സഭ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും പൊതുവായ വിശ്വാസ നിക്ഷേപത്തിന്റെ ഭാഗമല്ല. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അങ്ങേറ്റം സ്നേഹമുള്ള ആളാണ് ഞാൻ. സിസ്റ്റർ ഫൗസ്തീനയുടെ അങ്ങേറ്റം സ്നേഹമുള്ള ആളാണ് ഞാൻ. ഞാൻ പറഞ്ഞല്ലോ 3 പ്രാവശ്യമെങ്കിലും കരുണക്കൊന്ത ഒരു ദിവസം ചൊല്ലുന്ന ആളാണ് ഞാൻ. പക്ഷെ അതൊന്നും പുതുഞായർ എന്ന് പറയുന്ന ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ആ വലിയ വിശ്വാസ പാരമ്പര്യത്തെ മറികടക്കാൻ പറ്റുന്ന ഒരു സ്വകാര്യ ദർശനത്തിന് കൊടുക്കാൻ പാടില്ല. അത് സഭയുടെ ഔദ്യോഗിക പ്രബോധനമാണ്. ഇതാണ് ഞാൻ പഠിപ്പിച്ചത്, അല്ലാതെ വെറുപ്പോ വിദ്വേഷമോ ഒന്നുമല്ല. പിന്നെ ഇതിനകത്തൊരു കെണിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കെണിയുണ്ട്. ആ കെണി ഞാൻ പറയാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ലത്തീൻ സഭയിൽ മംഗളവാർത്ത തിരുനാളും ദുഃഖവെള്ളിയും ഒരുമിച്ച് വന്നാൽ എന്താ ചെയ്യാറ്? മംഗളവാർത്തയും പ്രധാനപ്പെട്ട തിരുനാളാണ്, ദുഃഖവെള്ളിയും പ്രധാനപ്പെട്ടതാ. എന്താണ് ലത്തീൻ സഭ ചെയ്യുക? ലത്തീൻ സഭ ചെയ്യുന്നത് ഈസ്റ്റർ കഴിഞ്ഞിട്ടാണ് മംഗളവാർത്ത ആചരിക്കുക. മാർച്ച് 25 എന്ന് പറഞ്ഞ മംഗളവാർത്ത തിരുനാളിന്റെ അന്ന് ദുഃഖവെള്ളി വന്നാൽ, കഴിഞ്ഞ കൊല്ലം മറ്റങ്ങനെ വന്നിട്ടുണ്ട്. എന്താണ് ലത്തീൻ സഭ ചെയ്യുക? ലത്തീൻ സഭ ചെയ്യുന്നത് മംഗളവാർത്ത തിരുനാള്, ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞിട്ട് ആഘോഷിക്കും. കാരണം ദുഃഖവെള്ളി വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്, അതിന് മറികടക്കാൻ കഴിയില്ല. സീറോ മലബാർ സഭയിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മംഗളവാർത്തയുടെയും ദുഃഖവെള്ളിയും കർമ്മങ്ങൾ ഒരുമിച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഭാരതത്തില് കരുണയുടെ ഞായർ മറ്റൊരു ദിവസം ആചരിക്കണമെന്ന് ലത്തീൻ മെത്രാന്മാരുടെ സീറോ മലബാർ സഭ പറയണം, മറ്റ് സഭകളോടും പറയണം. ലത്തീൻ സഭയ്ക്കും അത് ആവശ്യമാണ്. ഇന്ത്യ എന്ന് പറഞ്ഞ് ലത്തീൻ സഭ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ലത്തീൻ സഭയാണെങ്കിൽ, ഇന്ത്യൻ ലത്തീൻ സഭ, ആ ലത്തീൻ സഭയിൽ പ്രവർത്തിക്കുന്ന 79% അച്ഛന്മാരും കന്യാസ്ത്രീമാരും സീറോ മലബാർ സഭയിൽ നിന്നാണ്. അല്ലെങ്കിലും ഇന്ത്യയിലേക്ക് ഒരു അപ്പസ്തോലൻ, ഈശോയുടെ അപ്പസ്തോലൻ വന്നെങ്കിൽ അവൻ പ്രഖ്യാപിച്ച വിശ്വാസത്തെ മറികടക്കാൻ പറ്റുന്ന ഒരു കരുണയുടെ ഞായറാണോ സിസ്റ്റർ ഫൗസ്തീന? ഇന്ത്യയിൽ വരാത്ത സിസ്റ്റർ ഫൗസ്തീന, ഈശോയുടെ നേരിട്ടുള്ള അപ്പസ്തോലൻ അല്ലാത്ത സിസ്റ്റർ ഫൗസ്തീന. അപ്പൊ ഏതിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത്? ഭാരതത്തിലെ ക്രൈസ്തവ സഭയെ ഇത്രമാത്രം വെല്ലുവിളികൾ നേരിടുമ്പോൾ തോമസ് ലീഹ വന്നിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി തോമസ് ലീഹായുമായി ബന്ധപ്പെട്ട എല്ലാ പാരമ്പര്യങ്ങളെയും കടമുഴക്കി എറിയാനുള്ള ഒരു ഗൂഢ ആലോചന, അത് ഈ കരുണയുടെ ഞായർ ആഘോഷിക്കുന്ന എല്ലാവർക്കും അത് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് തിരിച്ചറിയേണ്ടതുണ്ട്, ഈ കെണികൾ തിരിച്ചറിയേണ്ടതുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനാൽ സീറോ മലബാർ സഭ ഇന്ത്യയിലെ എല്ലാ മെത്രാന്മാരോടും CBCയോടും CCBയോടും ഒക്കെ പറയണം, കരുണയുടെ ഞായർ മറ്റൊരു ദിവസം ആചരിക്കണം ഇന്ത്യയിൽ. ഇനി മാർപ്പാപ്പയ്ക്കും ഒരു നിവേദനം കൊടുക്കണമെന്നാണ് എൻ്റെ പക്ഷം. അതായത് ഈ 8 ദിവസങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞിട്ടുള്ള തോമസ് ലീഹയുമായി ബന്ധപ്പെട്ട ആ ദിവസം കരുണയുടെ ഞായർ അന്ന് ആഘോഷിക്കരുത്. അത് ജോൺ പോൾ രണ്ടാമൻ പറഞ്ഞ ഡേറ്റ് ഒന്ന് മാറ്റണം. എത്രയോ പ്രാവശ്യം തിരുനാളുകളുടെ ഡേറ്റുകൾ മാറ്റിയിരിക്കുന്നു. ആ ഡേറ്റ് മാറ്റണം. അതിന് ഞാൻ പറഞ്ഞ ദൈവശാസ്ത്ര കാരണങ്ങൾ സഹിതം ഒരു നിവേദനം മാർപ്പാപ്പയ്ക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ പക്ഷം. നമ്മുടെ മെത്രാന്മാരത് ചെയ്യണം. ഇന്ത്യയിലെ ലത്തീൻ മെത്രാന്മാരും സീറോ മലങ്കര മെത്രാന്മാരും സീറോ മലബാർ മെത്രാന്മാരും പിന്നെ ഓർത്തഡോക്സ് യാക്കോബായ മെത്രാന്മാർ എല്ലാവരും അത് ചെയ്യണം. സഭകളുടെ ഐക്യത്തിനും കണ്ടകോടാലിയാണ്
ഈ കരുണയുടെ ഞായറുമായിട്ട് വരുന്നത്. ഓർത്തഡോക്സ് യാക്കോബായ സഭകളും കത്തോലിക്ക സഭയായിട്ടും ഐക്യത ഉണ്ടാകണ്ടേ? അതിനും ഇത് ദോഷം ചെയ്യില്ലേ? ദൈവത്തിന്റെ കരുണയില്ലാതെ ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. എനിക്കും നിങ്ങൾക്ക് ആർക്കും കഴിയില്ല. പക്ഷേ ദൈവവചനത്തെയോ യേശുവിനെയോ അവന്റെ അപ്പസ്തോലന്മാരെയോ ഇന്ത്യയിലേക്ക് വന്ന അവന്റെ അപ്പസ്തോലനെയോ മറന്നാൽ, പാർശ്വവൽക്കരിച്ചാൽ ദൈവത്തിന്റെ കരുണ ലഭിക്കില്ല, കൃപ ലഭിക്കില്ല. 100% ഉറപ്പാണത്. ഞാൻ പറഞ്ഞല്ലോ, ഉദയംപേര് സൂനദോസിൽ ഒരു കെണി ഉണ്ടായിരുന്നു. നമ്മൾ അവരിൽ നിന്ന്, അതായത് പാശ്ചാത്യ സഭയിൽ നിന്ന് വ്യത്യസ്തമായതെല്ലാം നെസ്റ്റോറിയനാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ തകിടം മറിച്ചു. നമ്മൾ പിതാവിൻ്റെയും എന്ന് പറഞ്ഞില്ലേ, പിതാവിൻ്റെയും സ്വർഗം തൊട്ട് ഭൂമി വരെയാണ്, നാഭി വരെ. പിന്നെ നമ്മൾ വരച്ചിരുന്നത് പിതാവ്, ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ച് ഈ വലത്തുവശത്തേക്കാണ് എന്ന് വെച്ച്, ഇപ്പം നിങ്ങൾക്കത് ഇടത്തായിട്ട് തോന്നുന്നു ഞാൻ ഈ മൊബൈലിന് മുമ്പിലിരുന്ന് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ശരിക്കും ഞാൻ പറയുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും ഈ വലത്തുവശത്തേക്കാണ്. നിങ്ങൾക്കറിയാൻ വേണ്ടി ഞാൻ ഇവിടെ എൻ്റെ അടുത്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലത്തായിട്ട് തോന്നും. എന്താണ്? പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന പുത്രൻ, പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന പുത്രൻ. അപ്പോൾ പുത്രൻ്റെയും എന്ന് പറയുമ്പോൾ വലത്തോട്ട് നമ്മൾ കുരിശ് വരച്ചിരുന്നത്. അവർ വിചാരിച്ചു അത് നെസ്റ്റോറിയം പാഷാണ്ഡതയാണ്, അത് തിരുത്താൻ പറഞ്ഞു. അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ ഓരോ പാരമ്പര്യം നഷ്ടപ്പെട്ടു. നമ്മൾ തിങ്കളാഴ്ച വിഭൂതി ആചരിച്ചത് അവർ ബുധനാഴ്ചയാക്കി. തിരിച്ച് തിങ്കളാഴ്ചയ്ക്ക് വന്നപ്പോൾ കുറേ പേര് എതിർക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കെണികളാണ്. ഇപ്പോൾ ഈ പുതു ഞായറിനെ മാറ്റി കരുണയുടെ ഞായറാക്കി കുറേ കഴിയുമ്പോൾ നമുക്ക് ഇത് വീണ്ടും വീണ്ടെടുക്കേണ്ടി വരും. ഇപ്പം നഷ്ടപ്പെടുത്താതെ നോക്കുകയാണെങ്കിൽ പിന്നെ വീണ്ടെടുക്കേണ്ട കാര്യമുണ്ടോ? ഈ ലത്തീൻ സഭ എന്ന് പറയുന്നത് ലോകമാസകലം പടർന്നു കിടക്കുന്ന ഒരു മഹാസമുദ്രമാണ്. ഈ 142 കോടിയോ മറ്റോ കത്തോലിക്കരുള്ളതിൽ 140 കോടിയോളം അല്ലെങ്കിൽ 135 മേലെ കോടിയോളം ലത്തീൻകാരാണ്. ഈ സീറോ മലബാർ സഭ എന്ന് പറയുന്ന ഒരു മൈക്രോ മൈനോറിറ്റിയാണ്. അതിൻ്റെ തനത് പാരമ്പര്യങ്ങളും വിശ്വാസവും നമ്മൾ സൂക്ഷിക്കുന്നില്ലെങ്കിൽ അത് എപ്പോൾ പോയി എന്ന് ഓർത്താൽ മതി, എപ്പോൾ കളഞ്ഞു പോയി എന്ന് ഓർത്താൽ മതി. അപ്പം ഈ സഭ അന്യം നിന്ന് പോകും. കത്തോലിക്ക സഭയിൽ തന്നെ ഏറ്റവും പുരാതനമായ അദ്ദായിമാരെയും ശിഷ്യന്മാരുടെ കുർബാനയുള്ള സഭയാണ് ഈ സീറോ മലബാർ സഭ. അത് അന്യം നിന്ന് പോകരുതെന്ന് വത്തിക്കാന് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഇതിന്റെ പാരമ്പര്യങ്ങൾ വീണ്ടെടുക്കാൻ പറയുന്നത്, കുർബാന വീണ്ടെടുക്കാൻ പറയുന്നത്. അപ്പൊ ഈ സഭ അന്യം നിന്ന് പോയാൽ ഈ കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ നിധിയാണ് നഷ്ടപ്പെടുക. പിന്നെ ഒരു കാര്യം കൂടി ഓർക്കണം, കർത്താവ് 12 പേരെയാണ് സ്ലീഹന്മാരെ തെരഞ്ഞെടുത്തത്, ഒരാളെയല്ല. പത്രോസിന്റെ പാരമ്പര്യം മാത്രം മതി എന്നുണ്ടെങ്കിൽ പത്രോസിനെ മാത്രം സ്ലീഹായിട്ട് തെരഞ്ഞെടുത്താൽ മതിയായിരുന്നില്ലേ, ഒരു പിൻഗാമിയായിട്ട്? എന്നിട്ട് 12 പേരെ തെരഞ്ഞെടുത്തേ. എന്തിനാ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ കർത്താവ് സഭ സ്ഥാപിച്ചത്? എഫേസ്യ ലേഖനം 2:20. ആ തോമസ് ലീഗ, 12 പേരൂരുണ്ടായ തോമസ് ലീഗ സഹശിഷ്യന്മാരോട് പറഞ്ഞു എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ കിടക്കണേ. സഹശിഷ്യന്മാരോട്. തോമസിനെ പത്രോസ് സഹശിഷ്യനാണ്, ഫെല്ലോ ഡിസൈബിള്. അങ്ങനെയുള്ള 12 പേരുണ്ട് കർത്താവിന് അപ്പസ്തോലന്മാരായിട്ട്. അതിലൊരു അപ്പസ്തോലനെ, പത്രോസിനെ മാത്രം പ്രാധാന്യം കൊടുക്കുകയും പത്രോസിന്റെ സഭയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുകയും തോമായുടെ സഭയെ അവഗണിക്കുകയും തോമായുടെ സഭയുടെ പാരമ്പര്യങ്ങൾ അട്ടിമറിക്കുകയും ചെയ്യുന്ന ഒരു നടപടി ഉണ്ടായാൽ കർത്താവിനത് സ്വീകാര്യമാകുമോ? കർത്താവ് കരുണ കാണിക്കുമോ? പത്രോസിനത് സ്വീകാര്യമാകുമോ? തോമയ്ക്ക് ഒട്ടുമാകില്ല. അപ്പൊ തിരുവചനങ്ങളോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ടേ എന്തും സംഭവിക്കാവൂ. എത്ര വലിയ ധ്യാനഗുരുവോ മാർപ്പാപ്പയോ ആരായാലും ദൈവം വെളിപ്പെടുത്തിയ ദൈവവചനത്തെയും ഈശോയെയും സ്ലീഹന്മാരെയും മാറ്റിമറിക്കുന്ന ഒരു പരിപാടിക്കും നമ്മൾ കൂട്ടുനിൽക്കരുത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, മാർപ്പാപ്പയ്ക്ക് നമ്മൾ നിവേദനം കൊടുക്കണം. കഴിഞ്ഞ ഞായറാഴ്ചയ്ക്ക് മുമ്പ്, ഞായറാഴ്ച ഉൾപ്പെടെ 4 ദിവസങ്ങൾ ഞാൻ ചെയ്ത ആ വീഡിയോയുടെ ഉള്ളടക്കം നിങ്ങൾ ഉൾപ്പെടുത്തിയാൽ ദൈവശാസ്ത്രപരമായ ന്യായം കിട്ടും. വത്തിക്കാന് കാര്യം മനസ്സിലാകും. ഞാൻ മരിച്ചു പോകും, നിങ്ങളും മരിച്ചു പോകും, പക്ഷെ നമ്മുടെ ഈ പോരാട്ടത്തിന് ഫലമുണ്ടാകും. നമുക്കിത് നഷ്ടപ്പെട്ടാൽ പിന്നെ വീണ്ടും ഒരു സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ടി വരും. നിതാന്ത ജാഗ്രതയാണ് നമ്മുടെ തനത് പാരമ്പര്യങ്ങൾ രക്ഷിക്കാനുള്ള, നിലനിർത്താനുള്ള ഏറ്റവും നല്ല മാർഗം. നിതാന്ത ജാഗ്രത. ഇല്ലെങ്കിൽ നമ്മുടേതെല്ലാം എടുത്തോണ്ട് പോകും. കുനിഞ്ഞു നിന്നാൽ കോണകം വരെ അടിച്ചോണ്ട് പോകുന്ന ഒരു കാലമാണിത്. അപ്പൊ പറയും വിഭാഗീയത. എന്ത് വിഭാഗീയത? നമ്മൾ മലയാളം സംരക്ഷിക്കണം, ഹിന്ദി അടിച്ചേൽപ്പിക്കരുത് പറയുമ്പോൾ വിഭാഗീയതയാണോ? തമിഴ് സംരക്ഷിക്കണം, ഹിന്ദി അടിച്ചേൽപ്പിക്കരുത് പറയുമ്പോൾ അത് വിഭാഗീയതയാണോ? ഒരൊറ്റ ഭാഷ മതി എന്ന് പറഞ്ഞാൽ ഏത് ഭാഷ? ഇംഗ്ലീഷാണോ? ഹിന്ദിയാണോ? മലയാളമാണോ? തമിഴാണോ? 300 വർഷത്തെ പഴക്കമുള്ള ഈ ഹിന്ദിക്ക്, അതും
ക്രിസ്തീയ മിഷണറിമാർ ഉണ്ടാക്കിയതാ. 3000 മേലെയോ 6000 വർഷം പഴക്കമുള്ളതാണ് ഈ തമിഴ്. 1200 വർഷം പഴക്കമുള്ളതാണ് മലയാളം. 300 വർഷം പഴക്കമില്ലാത്ത ഹിന്ദി കൊണ്ട് 3000 അതിന് മേലെയോ പാരമ്പര്യമുള്ള തമിഴ് ഇല്ലാണ്ടാക്കണമെന്നും 1200 വർഷം പഴക്കമുള്ള മലയാളം ഇല്ലാണ്ടാക്കണം എന്ന് പറയുന്നത് മര്യാദയാണോ? ഒരു ഫെഡറൽ സിസ്റ്റമാണ് ഇന്ത്യ. അതുപോലെ ഒരു ഫെഡറൽ സിസ്റ്റമാണ് കത്തോലിക്ക സഭ. ഒന്നിനെ നശിപ്പിച്ചിട്ടല്ല മറ്റൊന്ന് സ്ഥാപിക്കേണ്ടത്, നിലനിർത്തണം. ഇത് വിഭാഗീയതയല്ല പറയുന്നത്, സഹവർത്തിത്വം. സഹവർത്തിത്വം ഒന്ന് മറ്റൊന്നിന്മേൽ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെയാണ് ഞാൻ പറയുന്നത്. ആധിപത്യ പ്രവണതയ്ക്കെതിരെയാണ് ഞാൻ പറയുന്നത്. അധിനിവേശ പ്രവണതയ്ക്കെതിരെയാണ് ഞാൻ പറയുന്നത്. ഇല്ലെങ്കിൽ മലയാളം ഉണ്ടാകില്ല, തമിഴ് ഉണ്ടാകില്ല. ഒരു സംസ്കാരം തന്നെ ഇല്ലാണ്ടാകും തമിഴിലുണ്ടായാൽ, ഒരു സംസ്കാരം ഇല്ലാതാകും മലയാളം ഇല്ലാതായാൽ. അപ്പോൾ 3000 വർഷമോ അതിന് മേലെ പഴക്കമുള്ള തമിഴിനെ മാറ്റിമറിക്കാൻ 300 വർഷം പഴക്കമില്ലാത്ത ഹിന്ദി കൊണ്ടുവരുന്നത് പോലെയാണ് 2000 വർഷം പഴക്കമുള്ള പുതുഞായറിനെ മാറ്റിമറിക്കാൻ 26 കൊല്ലം പഴക്കമുള്ള കരുണയുടെ ഞായർ കൊണ്ടുവരുന്നത്. ബൈബിളിൽ അടിസ്ഥാനപ്പെട്ട, ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട, ദൈവത്തിന്റെ വെളിപാടിൽ അടിസ്ഥാനപ്പെട്ട, ഈശോയിലും സ്ലീഹന്മാരിലും അടിസ്ഥാനപ്പെട്ട പുതുഞായറിനെ മാറ്റിമറിക്കാൻ 8 ദിവസങ്ങൾക്ക് ശേഷമുള്ള വാക്ക് നോക്കുക. അതിനെ അട്ടിമറിക്കാൻ ഒരു സ്വകാര്യ ദർശനത്തെ കൂട്ടുപിടിച്ച്, അതും ഇന്ത്യയുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ഒരു സ്വകാര്യ ദർശനത്തെ കൂട്ടുപിടിച്ച് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് കെണിയാണ്. ആ കെണിയെ നമ്മൾ തിരിച്ചറിയണം. ഇത് വിഭാഗീയത പ്രശ്നമല്ല. സഭയുടെ സഹവർത്തത്തിന്റെ, തനത് പാരമ്പര്യത്തിന്റെ, ദൈവവചനത്തിന്റെ, ഈശോയിൽ നിന്ന് വന്ന വിശുദ്ധ പാരമ്പര്യത്തിന്റെ കാര്യമാണ്. അതിനെ അട്ടിമറിക്കാൻ ആരും കൂട്ടു നിൽക്കരുത്. മെത്രന്മാരും കൂട്ടു നിൽക്കരുത്, ധ്യാന ഗുരുക്കന്മാരും കൂട്ടു നിൽക്കരുത്. ഒറ്റക്കെട്ടായി, പ്രത്യേകിച്ചും ഭാരതത്തിലുള്ളവർ ഒറ്റക്കെട്ടായി ഈ പുതുഞായറിന്റെ ആഘോഷങ്ങളിലേക്ക് തിരിച്ചു പോകണം. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.